അന്വേഷണം കൂടുതൽ പേരിലേക്ക്. കൈവെട്ട് കേസിലെ മുഖ്യപ്രതി സവാദ് കണ്ണൂർ ജില്ലയിൽ മാത്രം ഒളിവിൽ കഴിഞ്ഞത് 8 വർഷം. വളപട്ടണം, ഇരിട്ടി, മട്ടന്നൂർ എന്നിവിടങ്ങളിൽ വാടക വീടുകൾ തരപ്പെടുത്താനും വിവാഹത്തിനും SDPI സഹായം ലഭിച്ചുവെന്നാണ് NIA യുടെ കണ്ടെത്തൽ. സവാദിന് ഒളിവിൽ കഴിയാൻ സഹായമൊരുക്കിയവർക്കായി NIA അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. തൊടുപുഴയിലെ അധ്യാപകൻ പ്രൊഫസർ TJ ജോസഫിന്റെ കൈവെട്ടിയ കേസിലെ ഒന്നാം പ്രതി സവാദിന് ഒളിത്താവളമൊരുക്കിയവർക്കായി വല വിരിച്ച് NIA. 13 വർഷത്തെ ഒളിവ് ജീവിതത്തിൽ 8 വർഷവും സവാദ് കഴിഞ്ഞത് കണ്ണൂർ ജില്ലയിലെ വിവിധയിടങ്ങളിൽ. വളപട്ടണം മന്നയിൽ 5 വർഷം താമസിച്ചു. പിന്നീട് ഇരിട്ടി വിളക്കോടേക്കും തുടർന്ന് മട്ടന്നൂർ ബേരത്തേക്കും മാറി. മട്ടന്നൂരിലെ വാടക വീട്ടിൽ നിന്ന് താമസം മാറാനിരിക്കെയാണ് അറസ്റ്റ്. തുടർച്ചയായി സിം കാർഡുകൾ മാറ്റി ഉപയോഗിച്ചു. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഫോൺ ഉപയോഗിച്ചും ആശയവിനിമയം നടത്തി. വാടക വീടും തൊഴിലും ഒരുക്കി നൽകിയത് SDPI നേതാക്കൾ. വിവാഹത്തിനും സംഘടനാ പിന്തുണ ലഭിച്ചു. പോപ്പുലർ ഫ്രണ്ട് നിരോധത്തോടെ കാര്യങ്ങൾ മാറി. സവാദിന്റെ ചുറ്റുപാട് അറിയില്ലായിരുന്നുവെന്ന ഭാര്യാപിതാവിന്റെ നിലപാട് NIA വിശ്വാസത്തിലെടുത്തിട്ടില്ല. സവാദിനെ സഹായിച്ചവരെന്ന് സംശയിക്കുന്നവരെ ചോദ്യം ചെയ്യാനാണ് NIA നീക്കം. 24 കണ്ണൂർ.